ഒരുപാട് താരങ്ങൾ നിറഞ്ഞ ഒരു സിനിമാ വീട്ടിലേക്ക് പോവുകയാണ്. 15 സിനിമാ താരങ്ങളുടെ ഒരു വീട്ടിലേക്കാണ് പ്രേക്ഷകരെ ഇനി തത്സമയം റിപ്പോർട്ടർ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇത് കേരളത്തിൽ ഒരു അപൂർവതയായിരിക്കും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം തിരുവനന്തപുരം തിരുവല്ലത്താണ് വ്യത്യസ്തമായ ഈ ഒരു സിനിമാ കുടുംബമുള്ളത്. ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ നായകനും നായികയും ഒക്കെ ഈ വീട്ടിലുണ്ട്. താരങ്ങൾക്കും പ്രത്യേകതകൾ ഏറെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ആദ്യം ആ വാർത്ത കാണാം. നമ്മുടെ ചലച്ചിത്ര രംഗത്ത് നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ സിനിമാ കുടുംബങ്ങളുണ്ടല്ലേ. അതായത് അച്ഛനും അമ്മയും മകനും ഒക്കെ സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ ചലച്ചിത്ര പ്രവർത്തകർ. അങ്ങനെ വ്യത്യസ്തരായ ഒരു സിനിമാ കുടുംബത്തെയാണ് ഇന്ന് മാതൃഭൂമി ന്യൂസ് പരിചയപ്പെടുത്തുന്നത്. അതാരാണെന്നല്ലേ, കാണാം. ഇവരാണ് ഞാൻ പറഞ്ഞ ആ മിന്നും താരങ്ങൾ. തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ മിന്നും താരങ്ങളാണ് ഇവരെല്ലാം. ഇതാണ് തിരുവനന്തപുരം കാലടി സ്വദേശിയായിട്ടുള്ള SV അരുൺ. അരുണിൻ്റേതാണ് ഈ വളർത്തു നായ്ക്കൾ, അതായത് തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ മിന്നും താരങ്ങൾ. അരുണിനെ ഇവർ വളർത്ത് നായ്ക്കൾ മാത്രമല്ല, കൂടപ്പിറപ്പുകളാണ്, ചങ്ങാതിമാരാണ്. അരുണെ, ഇതൊക്കെ ആരാണ്? ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടുത്തിയത്. ഇവൻ്റെ പേര് ലക്കി എന്നാണ്. സാധാരണ എനിക്ക് ഇവനെ കിട്ടിയത് തന്നെ ശരിക്കും പറഞ്ഞാൽ റോട്ടിൽ നിന്നാണ്. സാധാരണ സിനിമകൾക്ക് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നാടനായിട്ട് കിടക്കുന്നതും കൂടെ നടക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് ചന്തയിലൊക്കെ കിടക്കുന്നതായിട്ട് കാണിക്കുന്ന അതായത് പക്ക തനി നാടൻ വേണമെന്നാണ് പലരും പറയാറുള്ളത്. അപ്പൊ അങ്ങനെ നമ്മളിപ്പം എടുത്ത് നിർത്തിയിരിക്കുന്നതാണ് ഇവൻ. ഒരുപാട് സിനിമകളിൽ ശരിക്കും പറഞ്ഞാൽ ട്രെയിൻഡ് ആണോ? നല്ല ട്രെയിൻഡ് ആണ്. ആളൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. ഇനി അടുത്തത് ഇയാളെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, പരിചയമുണ്ടല്ലോ. ഇവൻ എന്ന് പറയുമ്പോൾ റെക്സ് ആണ്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഡോഗാണ്. അതായത് ഒരുപാട് ഹിന്ദി, തമിഴ്, മലയാളം അങ്ങനെ സിനിമകളിൽ പരസ്യങ്ങളെല്ലാം അഭിനയിച്ച ഡോഗാണ്. ഇത് മലയാളത്തിൽ ഏത് സിനിമയിലുള്ള? മലയാളത്തിൽ സ്റ്റാർ എന്ന് പറയുന്ന സിനിമ. ആളപ്പം ചെറിയ പുള്ളിയല്ല, മലയാളമല്ല, ഹിന്ദി. ഇവന്റെ പേര് സിംബ എന്നാണ്. നമ്മുടെ ഇപ്പോ ഇറങ്ങാൻ പോകുന്ന ടോവിനോയുടെ സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. ആ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഡോഗ് സ്ക്വാഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇവനാണ്. അതുപോലെ തന്നെയാണ് അത്യാവശ്യം 2-3 സീരിയലിലൊക്കെ ഡോഗ് സ്ക്വാഡ് ആയിട്ട് മെയിൻ ആയിട്ടും ടോവിനോടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ? ടോവിന് ഒന്നിച്ചുള്ള രംഗങ്ങളൊക്കെ ഉണ്ട്. ഇതാരാന്ന് ഞാൻ പറയട്ടെ, ഇത് റിംഗ് മാസ്റ്റർ സിനിമയിലുള്ള ആളല്ലേ? റിംഗ് മാസ്റ്ററിന്റെ തമിഴ് റീമേക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ തമിഴ് അതില് നമ്മുടെ ടോബിയുടെ ക്യാരക്ടറായിട്ട് ചെയ്യുന്നത് നമ്മുടെ അർജുനാണ്. ഇനി കാണിക്കാൻ പോകുന്ന ആളെ പ്രേക്ഷകർക്കും ഒരുപക്ഷെ കാണുമ്പോൾ മനസ്സിലാകും. എന്നാ താൻ കേസുകൂട് എന്ന സിനിമയിലെ പൈങ്കിളി. ഇതാ കണ്ടോ, കിടക്കുന്നുണ്ടോ? ആ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷം ചെയ്ത ആളാ അല്ലേ? വേറെ ഏതെങ്കിലുമൊക്കെ സിനിമയിൽ അത് കഴിഞ്ഞിട്ടൊക്കെ വന്നു? ഇപ്പോൾ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന രജനി എന്ന് പറയുന്ന സിനിമ. ഇത് ജോയ് എന്നാണ് ഇവന്റെ പേര്. മാസ്റ്റർ പീസ് എന്ന് പറയുന്ന വെബ് സീരീസിൽ നിത്യ മാമിന്റെ കൂടെ അഭിനയിച്ചതാണ് നമ്മുടെ ജോ. കോക്കോ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തതാണ്. ഇനി ഈ കൂട്ടത്തിൽ ഇല്ലാത്ത ഒരാളുണ്ട്. നമ്മുടെ ഈ വിഷ്വൽസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന ക്യാമറമാൻ പ്രേം ശശിക്ക് IFFKയുടെ അവാർഡ് നേടിക്കൊടുത്ത നളൻ. ഓ ബേബി സിനിമയിലെ ഒരു മിന്നും പ്രകടനം കാഴ്ചവെച്ച ആളാണ്. ഇപ്പൊ സിനിമാ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് അരുണിന്റെ അടുത്തില്ല, ഇപ്പം പുറത്ത് ഷൂട്ടിലാണ്. ഇനി കുറച്ച് പേരും കൂടെ ഉണ്ട്. അവര് അകത്ത് ഗ്രൂമിങ്ങിലാണ്. അവരും ഉടനെ എത്തും. ഇവളാണ് ഡയാന. തമിഴ് റീമേക്ക് സിനിമയായിട്ട് ഫീമെയിൽ തന്നെ വേണം. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് ഇതുപോലെ 15 പേരുണ്ട് ഇവിടെ സിനിമാക്കാരായിട്ട്. ഇവർ ഒരു കുടുംബമാണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അങ്ങനെ ഒരു വാത്സല്യം അരുൺ ഇവർക്ക് നൽകുന്നുണ്ട്. അതിലുപരിയായ സ്നേഹം ഇവർ തിരിച്ചു. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. സ്റ്റെഫിൻ, 15 പേരും അരുണിനൊപ്പം ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുന്നു അല്ലേ? മാത്രമല്ല 15 പേരും സൂപ്പർ സ്റ്റാറുകളാണല്ലോ, എല്ലാം ഭയങ്കര ക്യൂട്ടുമാണ്. സേതുലക്ഷ്മി, 15 പേരല്ലേ യഥാർത്ഥത്തിൽ? ഏതാണ്ട് 30ഓളം നായ്ക്കളുണ്ട്. അതിൽ ഈ 15 പേര് മാത്രമാണ് ഈ സിനിമയിൽ അഭിനയിച്ച താരങ്ങൾ. പ്രത്യേകിച്ചും നമ്മൾ എന്നാ താൻ കേസുകൂട് സിനിമയിൽ കണ്ട
നായ, അതോടൊപ്പം തന്നെ ഓ ബേബി സിനിമയിലെ നളൻ, അങ്ങനെ ഒരുപാട് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം പോയി ഷൂട്ട് ചെയ്തപ്പോൾ എല്ലാ നായ്ക്കളും അവിടെ ഇല്ലായിരുന്നു. പലരും ഷൂട്ടിൻ്റെ തിരക്കിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെയാണ് അരുൺ ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്. വലിയ സ്നേഹമാണ് യഥാർത്ഥത്തിൽ അരുണും ഈ നായ്ക്കളും തമ്മിലുള്ളത്. വളർത്ത് നായ്ക്കളെ പോലെയല്ല, ആ ഒരു കൂടപ്പിറപ്പുകളെ പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ അരുൺ ഇവരെല്ലാം തന്നെ കരുതുന്നത്. ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകുന്നതിന് വേണ്ടി അവിടെ പ്രത്യേകം സ്റ്റാഫുണ്ട്. അതോടൊപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നില്ലേ, നീന്തൽ കുളവും അതോടൊപ്പം തന്നെ AC റൂമും ഫാന് ഉള്ള ഇവരുടെ ഈ റൂമും. പരിപാലനമൊക്കെ എങ്ങനെയാണ് സ്റ്റെഫിൻ? പരിപാലനത്തിന് വേണ്ടി പ്രത്യേകമായി 3 ആളുകൾ അവിടെ തന്നെയുണ്ട്. അതോടൊപ്പം ഈ കൂടുകളൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വലിയ നായുണ്ട്. അതിൽ ആ വലിയ നായ്ക്കൊക്കെ ഒരു AC റൂം തന്നെയാണ് അരുൺ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മലയാളികളുടെ ഈ വളർത്തുമൃഗങ്ങളോടുള്ള ഒരു സങ്കല്പം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ മാറുന്നത്. കാരണം നേരത്തെയൊക്കെ മനുഷ്യർക്ക് വേണ്ടി സ്പായും സലൂണും ഒക്കെ അങ്ങനെ ആ തരത്തിൽ ഉണ്ട് എങ്കിൽ, ബ്യൂട്ടി പാർലറൊക്കെ ഉണ്ട് എങ്കിൽ, ഇപ്പോൾ നായ്ക്കൾക്കും ആ തരത്തിലുണ്ട്. ഇപ്പോൾ അരുൺ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നുമുണ്ട്. പല നായ്ക്കളെ ഇവിടെ കൊണ്ടുവന്ന് ആളുകൾ ഹോസ്റ്റൽ പോലെ പാർപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു വളർത്തുമൃഗങ്ങളുമായിട്ടുള്ള ബന്ധം അതൊക്കെ കൂടുതൽ മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏതായാലും അരുണിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണ്. കാരണം തൻ്റെ കയ്യിലുള്ള ഏതാണ്ട് 15ഓളം നായ്ക്കൾ ഇത്തരത്തിൽ സിനിമയിൽ സജീവമാണ്. ഇപ്പോഴും ഇറങ്ങാൻ പോകുന്ന ചിത്രത്തിലടക്കം മലയാളത്തിലും തെന്നിന്ത്യയിലുമൊക്കെ നിറഞ്ഞ് അവർ സിനിമയിലൊക്കെ അഭിനയിക്കുന്നു. അത് അരുണിനും വലിയ സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ശരി സ്റ്റെഫിൻ, എന്താണെങ്കിലും അരുണിന്റെ ഇനിയും ഇതുപോലെ 15 പേരല്ല, ഇനിയും ഒരുപാട് പേര് ആ കുടുംബത്തിലേക്ക് വന്നു ചേരട്ടെ. അവരെല്ലാം സിനിമാ താരങ്ങളായി മാറുകയും ചെയ്യട്ടെ. അരുണിനെ കാണുന്നത് നമുക്കും ഒരു സന്തോഷം. ആ 15 നായകളും അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. 15 അല്ല, സ്റ്റെഫിൻ പറഞ്ഞതുപോലെ 30 പേര്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം തന്നെയാണ്.